പരിശുദ്ധന്മാരായ അപ്പോസ്തലന്മാരുടെ ഓർമ്മയ്ക്കായി പ്രത്യേകമായിട്ടുള്ള നോമ്പാചരിക്കുകയും അവിടെ മധ്യസ്ഥൽ അഭയം തേടുകയും അവരിൽ നിന്ന് നൽവരങ്ങൾ പ്രാപിക്കുകയും അവരുടെ മാതൃക പിൻപറ്റുകയും ചെയ്ത ദൈവത്തിന് സ്തോത്രവും ലോകത്തിന് സന്ദേശങ്ങളും നമുക്ക് അനുഭവങ്ങളും നെയ്തെടുക്കാനായിട്ട് സാധിച്ച നാളുകൾ കടന്നുപോയതാണ്. ഒരാഴ്ചക്കകം മറ്റൊരു നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ലോകരക്ഷകനായ മെശിയ തമ്പുരാന് ജന്മം കൊടുക്കുവാനും അവനെ വീണ്ടെടുപ്പിൻ്റെ വലിയ രൂപമായി പ്രപഞ്ചത്തിൻ്റെ പ്രത്യാശയുടെ പ്രതീകമായി കൈമാറുവാനും സാധിച്ച പരിശുദ്ധ കന്യാമറിയാമിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ ആചരിക്കുവാൻ 15 ദിവസം പ്രത്യേകമായിട്ടുള്ള നോമ്പ് ആചരിക്കുക. അതിൻ്റെ സാങ്കത്യം എന്താണെന്ന് ചോദിക്കുന്ന ധാരാളം ക്രിസ്ത്യാനികൾ തന്നെ ലോകത്തിലുണ്ട്. കന്യാമറിയാമിനോ പരിശുദ്ധന്മാർക്കോ ശുദ്ധിമതികൾക്കോ ക്രിസ്തീയ സഭയിൽ എന്തിന് വലിയ സ്ഥാനം കൊടുക്കണം? അവിടെ മധ്യസ്ഥൽ എന്തിന് അഭയം തേടണം? യേശു ക്രിസ്തു അല്ലാതെ ആരെങ്കിലും മധ്യസ്ഥനായിട്ടുണ്ടോ? ഒരാൾ 100 ചോദ്യങ്ങൾ ചോദിക്കുന്നതിനടുത്താണ്, അതിൻ്റെ മധ്യത്തിലാണ് നമ്മൾ അതൊക്കെ വളരെ തീവ്രമായ ഭാവത്തിൽ നിറവുള്ള ഭാഷയിൽ അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയിൽ ദൈവകരുണയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് അവരിലുള്ള സമ്പത്ത് കണ്ട് അവരിൽ നിക്ഷേപിച്ചിരിക്കുന്ന താലന്തുകളെ മനസ്സിലാക്കി അവൾ വിശിഷ്ടവും ധന്യവും മാതൃകയാണെന്ന് അറിഞ്ഞ് അനുഭവിച്ച് ആനന്ദിച്ച് ദൈവത്തിന് സ്തോത്രം പാടുകയും അവരുടെ പാടുകളും പിന്തുടരുകയും ചെയ്യുവാൻ ഉത്സാഹിക്കുന്നു. ഈ മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ ആചരിക്കാനായിട്ട് ഉത്സാഹിക്കുകയും അതിനുവേണ്ടി 15 ദിവസത്തെ നോമ്പ് ആചരിക്കുകയും ചെയ്യുവാൻ സഭ ഉത്സാഹിക്കാനുള്ള കാരണം സഭയിലെ ഏതെങ്കിലും ആചാരം, അനുഷ്ഠാനം തിരുവചനത്തെ അടിസ്ഥാനമാക്കിയ അല്ലാതെ ഒന്നുമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദിവസം എപ്പോഴും ഉയർത്തിക്കാട്ടുന്ന ചില ആളുകൾ അല്ലെങ്കിൽ ചില പേജുകൾ മറിക്കും. ഓർത്തഡോക്സ് സഭയ്ക്ക് അങ്ങനെ ഒരു പാരമ്പര്യമില്ല. അതിൻ്റെ പൂർണ്ണമായ അന്തസത്ത കണ്ട് അതിലെ അക്ഷരങ്ങൾ ഒരുമിച്ച് വായിച്ച് അത് ധ്യാന വിഷയമാക്കി രക്ഷയുടെ വലിയ അനുഭവത്തിൽ ആരൊക്കെ മുഖാന്തരമായി, ആരൊക്കെ പങ്കെടുപ്പിച്ചു, ആരൊക്കെ സജീവമായി സംഭാവന നൽകുകയാണ്, അത് എനിക്കും നിങ്ങൾക്കും അനുഭവമാക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്, മാതൃകയാക്കാൻ എങ്ങനെയാണ് സാധിക്കും? ഈ ഒരു താല്പര്യത്തിലാണ് നമ്മുടെ ചിന്തകളും ആലോചനകളും ആരാധനകളും കുദാശകളും അനുഷ്ഠാനങ്ങളും എല്ലാം വേർതിരിച്ചിരിക്കുന്നത്. ഈ സമ്പന്നതയെക്കുറിച്ചാണ് നമുക്ക് ബോധ്യം വേണ്ടത്. നമ്മൾ കുരിശ് വരയ്ക്കുകയും കുമ്പിടുകയൊക്കെ ചെയ്യും. ആ സമയത്ത് രക്ഷകനായ യേശുവിനെ അപ്രധാനമായിട്ട് നമ്മൾ ധ്യാനിക്കുകയും അവൻ്റെ സന്നിധിയിൽ അണയുകയും ചെയ്യുന്നത്. ഇതുപോലുള്ള പെരുന്നാളിൻ്റെ സമയത്ത് നമ്മൾ കുരിശ് വായിക്കുകയും കുമ്പിടുകയും ചെയ്യുക. എല്ലാ യാമത്തിലും പ്രാർത്ഥനകൾ നെയ്തെടുക്കുമ്പോൾ ഈ മാതാവിനെയും പരിശുദ്ധന്മാരെയും ശുദ്ധിമതികളെയൊക്കെ നമ്മൾ ഓർക്കും. അപ്പോസ്തലന്മാരെ യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ അവരിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കാനായിട്ട് അവർക്ക് അവസരം കിട്ടി. അവർ ചില ശിഷ്യന്മാരൊക്കെ ഭാഗ്യമരണം പ്രാപിച്ചു, രക്തസാക്ഷികളായി. അതും കഴിഞ്ഞിട്ടാണ് കന്യാമറിയാമിനെ ഈ ലോകത്തിൽ നിന്ന് എടുത്തത്. കന്യാമറിയാമിൻ്റെ വാങ്ങിപ്പിൻ്റെ സമയത്ത് ഏതാനും ശിഷ്യന്മാരുൾപ്പെടെ ധാരാളം ആളുകൾ മരിച്ചുപോയിരുന്നു. വാങ്ങിപ്പിൻ്റെ പെരുന്നാളിൻ്റെ അവസരത്തിൽ തമ്പുരാൻ വളരെ ഉത്സാഹത്തോടെ ഈ വാങ്ങിപ്പോയ അപ്പോസ്തലന്മാരെ പോലും ഉയർത്തി മൈലുകൾക്കപ്പുറത്തുമായിരുന്ന തോമാശ്ലീഹായെ ഉൾപ്പെടെയുള്ളവരെ OR കൂടിയൊക്കെ മാതാവിൻ്റെ മരണസമയത്ത് അവിടെ എത്തിച്ചു.
മാതാവിൻ്റെ ശരീരം ഇവിടെ അടക്കേണ്ടതല്ല, അങ്ങ് കൊണ്ടുപോകേണ്ടതാണെന്ന് തീരുമാനിച്ചു. അതിന് സാക്ഷികളാക്കാൻ ഈ കടന്നുപോയ അപ്പോസ്തലന്മാരെയും കടത്തിക്കൊണ്ടുവന്ന് അതിന് സാക്ഷ്യമാക്കി. The excitement of Jesus Christ as the Savior of the world at the time of dormition of Saint Mary was remarkable. He was so excited. നിങ്ങൾക്കറിയാം, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, പലരും പോയി കണ്ടിട്ടുണ്ട്. ഹോളി ലാൻഡിൽ ചെന്നാൽ, ഹോളി സെപ്പൾക്കർ ഉള്ള സ്ഥലം കൂടെ, അതെ, ഗെത്സമനെ തോട്ടത്തിന് അടുത്തുള്ള ഏറ്റവും പ്രസിദ്ധമായ ദേവാലയത്തിൽ ചെന്നാൽ പടവുകൾ കടന്ന് താഴോട്ടിറങ്ങുമ്പോഴാണ് യൗസെഫിൻ്റെയും മാതാവിൻ്റെ പേരൻസിൻ്റെയൊക്കെ കല്ലറ പകുതി വഴി വരുമ്പോൾ. പിന്നെയും പടിയിറങ്ങി താഴോട്ട് ചെല്ലുമ്പം അതിമനോഹരമായ 2-3 പള്ളികളുടെ ഒരു സമുച്ചയമാണ്. അതിൽ അർമീനിയക്കാരുടെ കയ്യിലിരിക്കുന്ന ദേവാലയത്തിൻ്റെ മദ്ബഹായുടെ താഴെ നോക്കുമ്പം അവിടെ ഒരു തൊട്ടിൽ പോലെയായിരുന്നു. ഇപ്പോൾ അത് മൂടി ഒരു കബർ പോലെയാക്കി. മറ്റേ തുറന്നു കിടക്കുന്ന ഒരു തൊട്ടിലായിരുന്നു. ആ ഭാഗത്ത് കന്യാമറിയാമിനെ അടക്കാനായിട്ട് എല്ലാ ഏർപ്പാടുകളും ചെയ്തതാണ്. അവിടെ രക്ഷകൻ പറയുന്ന അതല്ല, അവളുടെ ദേഹം ഇവിടെ അവശേഷിപ്പിക്കാനല്ല, അത് ഉയരത്തിൽ കൊണ്ടുപോകണം. ഇത് കണ്ട് അനുഭവിച്ച ശിഷ്യന്മാർ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ദേവാലയങ്ങൾ സ്ഥാപിച്ചപ്പം അവിടെയും മൊബൈലൊന്നും ഇല്ലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കാൻ. അവർക്ക് ആലോചിക്കാൻ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. ദേവാലയങ്ങൾ സ്ഥാപിക്കുമ്പോൾ ആരുടെ പേരിലാണെന്ന് അവർക്ക് വ്യക്തമായ വെളിച്ചം ലഭിച്ചു. ഇവിടെ ഏതാനും മൈൽ അപ്പുറത്താണ് നിരണം-പള്ളി. ആരുടെ നാമത്തിലാണ്? പരിശുദ്ധ കന്യാമറിയാമിൻ്റെ നാമത്തിലാണ്. അപ്പോസ്തലന്മാർ ലോകത്തിൽ എവിടെയെല്ലാം ആദ്യ നൂറ്റാണ്ടിൽ ദേവാലയങ്ങൾ സ്ഥാപിച്ചു, അത് മുഴുവനും കന്യാമറിയാമിൻ്റെ പേരിലാണ്, ഒരാളുടെയും പേരിൽ വെച്ചില്ല. അപ്പോസ്തലന്മാർ മരിച്ചു കഴിഞ്ഞ് അവരുടെ ശിഷ്യന്മാർ അവരുടെ പേരിൽ പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ നമുക്കറിയാം, പരമര തിരുമേടയും മറ്റൊരു പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേടയൊക്കെ പേരിൽ നമ്മൾ പള്ളികൾ വയ്ക്കുന്നുണ്ട്. അതൊരു തുടർക്കഥയാണ്, അതൊരു സാധ്യതയാണ്, അത് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പാണ്. കന്യാമറിയാമിൻ്റെ ജീവിതം എന്തായിരുന്നുവെന്ന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അവളെ തിരഞ്ഞെടുത്തത്, അവൾ ഗുരുവാകുവാൻ. അവളുടെ ഉദരത്തിൽ കിടന്നപ്പം അവളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടൊരു മനുഷ്യനായിട്ട് ജനിക്കാനായിട്ട് ഇടയായപ്പോൾ അവളുടെ ജീവിതത്തിലെ മൂല്യങ്ങൾ മുഴുവനും അവൻ്റെ സ്വന്തമാക്കുക, പരസ്പരം പൂർവ്വങ്ങളായിത്തീരുക, അത് നമുക്കെല്ലാം സമൃദ്ധിയായി ഭവിക്കുക, വളരെ വിശേഷമായിട്ടുള്ള മാതൃകയായി ഭവിക്കുക. ഇവിടെ മദ്ബഹായിൽ അതിമനോഹരമായൊരു ഐക്കണുണ്ട്. അപ്പോസ്തലന്മാരും മാലാഖമാരും എല്ലാം ഉണ്ട്. അതിൽ യേശുവിൻ്റെ അടുത്ത് നിൽക്കുന്ന 2 പേരുണ്ട്. കർത്താവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷ വേളയിൽ 2 വിശദീകരണമാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. ഒന്ന്, സബദി മക്കളായ യാക്കോബ് യോഹന്നാനെ നേരിട്ട് എന്ന് തമ്പുരാനോട് പറഞ്ഞു, നിന്റെ വലത്തും ഇടത്തും ഞങ്ങൾക്കിരിക്കണം. അവനെന്ന് പറയുന്നത് സബദി മക്കളുടെ മാതാവ് ചെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം ആരാ നിൽക്കുന്നത്? അവരോട് ചോദിച്ചു, ഞാൻ അനുഭവിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ ഒക്കുമെന്ന് പറഞ്ഞു. തമ്മിലെ പറഞ്ഞു, നിങ്ങൾ അനുഭവിക്കും. പക്ഷെ എൻ്റെ ഇടത്തും വലത്തും നിൽക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ആണോ പിതാവ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അവർക്ക് വേണ്ടിയുള്ളതാണ്. ഈ മനോഹരമായ ഐക്കണിൽ കാണുന്നത് വലതുവശത്ത് കന്യാമറിയാമ, ഇടതുവശത്ത് യോഹന്നാൻ സ്നാപകനാണ്.
ഈ കന്യാമറിയാം കൊച്ചു പെൺകുട്ടിയായിരുന്നപ്പോഴാണ് മാലാഖ വന്നൊരു കാര്യം പറഞ്ഞത്. അതിനു മുമ്പ് അങ്ങനെ ഒരു ചരിത്രം ലോകത്തിലില്ല. അവൾക്ക് കൊള്ളാനുള്ള ത്രാണിയില്ലായിരുന്നു. പക്ഷെ കേട്ട് കഴിഞ്ഞപ്പം, തൻ്റെ സംശയങ്ങളൊക്കെ നീങ്ങിക്കഴിഞ്ഞപ്പം അവൾ വിനയപൂർവ്വം പരിപൂർണമായിട്ട് സമർപ്പിച്ച് പറയുക, ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനപ്രകാരം എനിക്ക് ഭവിക്കട്ടെ. അത് കഴിഞ്ഞ് യേശുരാൻ തന്നിൽ ഉരുവായി അവന് ജന്മം കൊടുക്കാൻ സാധിച്ചു. തൻ്റെ ഉദരത്തിലായിരുന്നവൻ ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം പ്രാപിച്ചു. ഇതൊക്കെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ അടിപൊളി കാര്യങ്ങളാണ്. പക്ഷെ അതിനിടയ്ക്ക് ഗർഭിണിയാകുന്ന സമയം മുതൽ യൗസേഫിൻ്റെ സംശയം മുതൽ ഇതെല്ലാം യാതനകളും വേദനകളും വെല്ലുവിളികളുമാണ്. സ്വന്തം പുത്രൻ വലിയ കുരിശൻ ചുമന്ന് നഗ്നനായി തൻ്റെയും ഒരു വലിയ ജനസമൂഹത്തിന് മുമ്പാകെ പോകേണ്ടി വന്ന ഗതികേട് സ്വന്തം കണ്ണിൽ കണ്ടതാണ്. അത് കണ്ടപ്പോൾ തകർന്ന് വീണ് മരിച്ചു വീഴുകയല്ല, അതിന് പിന്നാലെ പോയി അവനെ കൊണ്ടുപോയ ഗോൽത്ത വരെ പോയി അവിടെ മുഴുവൻ സമയം സാക്ഷ്യം നിന്ന് ഈ മാലാഖമാരും വിദ്വാന്മാരും ഒക്കെ പറഞ്ഞപ്പം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഈ കുരിശ കിടന്നതും കാടിയും കയ്പും കുടിച്ചതും കുന്തം കൊണ്ട് കുത്തേറ്റതും മുൾക്കിരീടം ധരിച്ചതും അന്ത്യശ്വാസം വലിച്ചതുമെല്ലാം ഒപ്പിയെടുത്ത ഒരുവളാണ്. ഞാൻ കർത്താവിൻ്റെ ദാസന്റെ വചനപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതിൽ കൂടി എല്ലാം പോയപ്പം ഈ ഭാഷ നിലനിർത്താൻ സാധിച്ചതാണ്. പിന്നെ പറയാം, നമ്മളൊരു തമാശയ്ക്ക് ഒരാളെ പരിചിതനാക്കുകയോ ഒരാളെ ഉയർത്തിക്കാട്ടുകയോ ഒരാളെ തരം താഴ്ത്തുകയോ ചെയ്യാറില്ല. തിരുവചനത്തിൽ ദൈവത്തിൻ്റെ കൈമാറിയ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചില അടിസ്ഥാനപരമായ സന്ദേശങ്ങളാണ് നമുക്ക് ഒന്നാം പാഠം മുതൽ പഠിക്കാനുള്ളത്. അത് പല പ്രാവശ്യം മനനം ചെയ്യുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഇതുപോലുള്ള വ്യക്തികളാണ്. യോഹന്നാൻ സ്നാപകൻ യേശുവിനേക്കാൾ സീനിയറാണ്. അന്നേരത്തെ വലിയ പുരോഹിത ശ്രേഷ്ഠൻ്റെ മകനാണ്. വാർദ്ധക്യത്തിൽ പ്രപഞ്ചത്തിലെ ചരിത്രത്തിൽ പടുവൃദ്ധർക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനെ കിട്ടിയ ആളായത്. മരുഭൂമിയിൽ നമ്മുടെ നാട്ടിലുള്ള ചെത്തിക്ക പോലെയുള്ളൊരു കായം കാട്ടിലെ തേനും കഴിച്ച് ജീവിച്ച മനുഷ്യനാണ്. ആ മനുഷ്യൻ ദൂരെ കൂടെ യേശുരാൻ പോകുന്നതാണ് പറഞ്ഞു, ഞാനോ ചുരുങ്ങണം, അവനോ വലിയവനാണ്. അവന് ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. അതാ യേശുരാൻ പറയുന്നത്, മനുഷ്യ മക്കളിൽ ആരും ഇത്രയും ഉയർന്നിട്ട്. ആ മനുഷ്യനെ പറയുന്നത്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും എനിക്ക് യോഗ്യതയില്ല, ഞാനോ കുറയണം. ഇത് തിരുവചനത്തിലും തിരുസഭയിലും ക്രൈസ്തവ മൂല്യങ്ങളിലും ഒരു ലഹരിയാണ്. അവർക്ക് അടുത്ത് നിൽക്കാനുള്ള യോഗ്യത. അവരാണ് തൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പുമായിട്ട് ബന്ധപ്പെടുന്നവർ. അവരെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബാക്കി ശിഷ്യന്മാരൊക്കെ നമ്മളുമായിട്ട് താരതമ്യപ്പെടുമ്പോൾ എത്രയോ ഉയർന്നവരാ. മാലാഖമാരെ നിരന്തരമായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാ. പക്ഷെ അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ പറഞ്ഞ രണ്ടുപേര് അത്ഭുതമാണ്. അതായത് കന്യാമറിയാം ഒരു പോറലും ഇല്ലാത്തവളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പാപം ഇല്ലെന്നൊന്നും സഭ പറയാറില്ല. പക്ഷെ ഉള്ളവരിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്നു. അങ്ങനെ ഒരുവളുടെ വാങ്ങുപെരുന്നാൾ ആചരിക്കുവാൻ
നമ്മൾ 15 ദിവസം ഉപവാസവും ജാഗരണത്തിലും പ്രാർത്ഥനയിലും ചെലവഴിക്കുക. നമ്മളൊരു കൊച്ച അജണ്ടയിലേക്ക് നടന്നെടുത്തിട്ടാണ് ഇതുപോലുള്ള അവസരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ 15 നോമ്പിനേക്കാൾ നമ്മുടെ പല ആളുകൾ 8 നോമ്പ് ആചരിക്കുന്നത്. കാരണം 8 നോമ്പ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പാക്കേജ് ഉണ്ടെന്നാണ് നമ്മുടെയൊക്കെ ഒരു സങ്കല്പം. അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് മാതാവിൻ്റെ വാങ്ങിപ്പെരുന്നാൾ ആചരിക്കുന്നത്, അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത്. സ്വർഗം എത്രമാത്രം ആനന്ദത്തോടെ പ്രതികരിക്കുന്ന, നമുക്കൊക്കെ താൽക്കാല സാധ്യതകളുടെ ഒരു ലോകത്തിൽ നമ്മൾ കാണുന്നത്. എന്തെങ്കിലുമൊക്കെ കിട്ടണം തമ്പുരാനെടുത്ത് തന്നാൽ. നമ്മുടെ നാട്ടിലൊക്കെ പെരുന്നാളിൻ്റെയൊക്കെ സമയത്ത് കുലുക്കിക്കുത്തെന്ന് പറഞ്ഞ പരിപാടി അതിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിലുണ്ട്. അപ്പോൾ അത് കൈകാര്യം ചെയ്ത് 1 വെച്ചാൽ 10 കിട്ടുമെന്നും പറഞ്ഞാൽ ആളുകളെ ആകർഷിക്കുന്നത്. കയ്യിലെ കാശ് ഒത്തിരി പോവും, ചിലർക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ദൈവത്തെ സമീപിക്കുമ്പോഴും പരിശുദ്ധന്മാരുടെ മധ്യസ്ഥ അഭയം തേടുമ്പോഴും ഒക്കെ ഇത് അജണ്ട. ഞാനതിൽ നിന്ന് ഒത്തിരി മാറിയൊന്നുമല്ല. പക്ഷെ നമുക്കൊക്കെ മാറാൻ സാധിക്കണം. അപ്പോഴാണ് കന്യാമറിയാമിൻ്റെ ഒരു സ്റ്റാൻഡേർഡിൽ ചില ഭാഷയൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് ആഗ്രഹമെങ്കിലും തോന്നുന്നു. അവിടെ എത്താനൊക്കെ പാടാ, പറ്റുകയല്ലെന്ന് ഞാൻ പറയുന്നില്ല. മാതാവിൻ്റെ വാങ്ങിപ്പെരുന്നാളിനോട് ബന്ധിച്ചുള്ള ആ നോമ്പ് ആചരിക്കുമ്പോൾ ഈ ഫാനെല്ലാം ഉള്ളതുകൊണ്ടാണ് ഈ മഴക്കാലത്ത് നമുക്ക് പള്ളിക്കകത്തിരിക്കാൻ നോക്കുന്നത്. എത്ര ഭയങ്കരമായി ചൂടായിപ്പോൾ, കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുക. ഉന്നതരായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റും അതുപോലുള്ള സുരക്ഷയെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തയുണ്ട്. അവർക്ക് പടി കയറിയപ്പം ലോകത്തിന് വല്ല പ്രയോജനം കിട്ടുമെന്നാണ് വിചാരിച്ചിരുന്നത്. വെട്ടിലായ അവസ്ഥയിലാണെന്ന് നമുക്ക് ഏകദേശം അറിയാം. അതും ഇതുമൊക്കെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ സാധിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെയും എൻ്റെയും അവസ്ഥ നമുക്ക് വീണ് കിട്ടുന്ന സ്പേസിൽ നമ്മൾ ഗോഷ്ഠി കാണിക്കുകയാണോ, നന്മകൾ ആസ്വദിക്കുകയാണോ, നന്മകൾ വിളമ്പുവാൻ നമുക്ക് ശക്തിയുണ്ടോ? നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ വർത്തനാ മേഖലകളിലും ഇവർ കൈമാറുന്നതാണോ, ഞാൻ പരാമർശിച്ച പോലുള്ള ആളുകൾ വിളമ്പുന്നതാണോ വിളമ്പാൻ നമുക്ക് താല്പര്യമുള്ളത്? നമ്മൾ വിളമ്പുമ്പം എന്താ പാത്രങ്ങൾ വീഴുന്നത്? ഒരു മനുഷ്യനെ കാണുമ്പം നമ്മുടെ പുഞ്ചിരിയിൽ അസൂയയും പൈശാചികതയും വിഷവും കലരുന്നുണ്ടോ? അതോ നൈർമല്യത്തോടെ ഇതുപോലെ വയറ്റിലൊരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പം അതിനു മുമ്പ് 6 മാസമായിട്ട് ഒരു വൃദ്ധ ഒരു കുഞ്ഞിനെ പേറുന്നു എന്നറിഞ്ഞപ്പം ആവേശത്തോടെ മല കയറി അവിടെ ചെന്ന് കൊച്ചമ്മ എന്ന് വിളിച്ചപ്പം പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തിൽ അവളുടെ ഉള്ളിൽ തുള്ളുന്ന കുഞ്ഞിനെ, യോഹന്നാൻ സ്നാപകനെ കാണാനുള്ള ഭാഗ്യം ആ എലിസബത്തിന് കിട്ടിയതാണ്. That is message. That is the power of the greeting. That is the content of the blessing of the word of God. That's a celebration of a church. That's why we are called to participate in Lenten time, so that we will be elevated to have the celebration of the feast. നിങ്ങളും ഞാനും പാപികളാണ്. പലപ്പോഴും പാളം തന്നെ തകർന്ന് തരിപ്പണമാവും, മണ്ണുതുല്യമായ അവസ്ഥയിലായിരിക്കും. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എഴുന്നേറ്റ് വീണ്ടും നടന്നു തുടങ്ങാൻ നമുക്ക് പ്രചോദനമാകും. അവരുടെ പ്രാർത്ഥന നമുക്ക് കൂട്ടും കോട്ടയുമായിരിക്കും. തളർന്നു വീഴുന്നവരെ ഉദ്ധരിക്കുന്നവരുണ്ട്. ഇപ്പം റീൽസിലൊക്കെ ഒത്തിരി കാര്യം കാണാം. കഴിഞ്ഞ ദിവസം കണ്ടതാ, ഒരു വൃദ്ധൻ പടച്ചു വീണു, കുറച്ച് കപ്പയും ചുമന്നുകൊണ്ട് പോവുക, വിൽക്കാനോ മറ്റോ കൊണ്ടുപോയതാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു ഷർട്ട് പോലും ഇട്ടിട്ടില്ല. പക്ഷെ ഒരു യുവതി ഇയാൾ വീഴുന്ന കണ്ടപ്പോൾ അയ്യോ പച്ചാന്ന് പറഞ്ഞ് ഓടിച്ചെന്നു എഴുന്നേപ്പിച്ചിരുത്തി, ഓടിച്ചെന്ന് കുറേ വെള്ളം കൊടുത്തു.
അപ്പച്ചൻ്റെ വയറ് കണ്ടപ്പോൾ മനസ്സിലായി ഒന്നും കഴിച്ചിട്ടില്ല. വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്ന് അവർ തന്നെ വാരിക്കൊടുത്തു. പുത്തനായിട്ട് വാങ്ങിച്ചു വെച്ച ഒരു ഷർട്ട് എടുത്ത് അപ്പച്ചന് കൊടുത്തു. കയ്യിലുണ്ടായിരുന്ന കുറച്ച് രൂപ എടുത്ത് എണ്ണ ഒതുക്കി അപ്പച്ചന് കൊടുത്തു. അടിക്ക് വീട്ടിലിരുന്നാലും ഒരെണ്ണം അയൽപക്കംകാർക്ക് കൊടുക്കാത്ത നമ്മളൊക്കെ പള്ളി വന്ന് പരിമലത്തിനുവേണ്ടി കബറിക്കൽ എത്ര പ്രാവശ്യം മുട്ടുകുത്തുമെന്നറിയാം. തമ്പുരാൻ പൊട്ടനാണെന്നാണ് നമ്മുടെയൊക്കെ വിചാരം. അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ ഇന്ന് പരിമലയിലെ ഈ ആരാധനയിലുള്ള നമ്മുടെ പങ്കാളിത്തം, കർത്താവ് പറഞ്ഞ സന്ദേശം അത് ലൂക്കോസിന്റെ സുവിശേഷത്തിലാണെന്ന് അച്ഛനെടുത്ത് പറഞ്ഞു. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. എന്തുമാത്രം മാച്ചിങ്ങാ, എന്തുമാത്രം പ്രസക്തമാണ് നമ്മുടെ ജീവിതത്തിൽ. ഏറ്റവും ഉയർത്തപ്പെട്ട ഉന്നതരെ നമ്മൾ വേദനയോടെ സ്മരിക്കുകയാണ്. ഇതിനിടയിലുള്ള ധാരാളം പേരെ നമുക്ക് ആവേശത്തോടെ ഉറ്റുനോക്കാൻ സാധിക്കും. ഈ ഭൗതിക ലോകത്തിൽ പോരാ, അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുവാനും നമ്മൾ കുരിശ് വരയ്ക്കുന്നതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുവാനും ആരാധനയിൽ സജീവമാക്കുവാനും ദൈവകൃപയിൽ ശരണപ്പെടുവാനും ഇപ്പോഴുള്ള പരിശുദ്ധന്മാരുടെ മധ്യസ്ഥലഭയം തേടുവാനും തിന്മകളെ ദൂരത്താക്കുവാനും നമ്മെ സംശീകരിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിച്ച ഇവരെപ്പോലുള്ളവരുടെ പാതയിൽ പിൻപറ്റി കൂടുതൽ കൃപയിലായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ ശിരസ്സുകൾ നമിക്കുകയും നമ്മെ തന്നെ കർത്തൃസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യാം.